ഈ ഒരു ഭാഗം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ഇപ്പം 12-ാം അധ്യായം സാധാരണ ഒരു വേദപുസ്തക പഠിതാക്കളെല്ലാം പറയുന്നു, ഒരു വാക്യത്തെ ആ കോണ്ടസ്റ്റിൽ നിന്ന് മാറ്റിയെടുത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയില്ല. കോണ്ടസ്റ്റോടുകൂടെ തന്നെ വേണം വാക്യത്തെ ചിന്തിക്കുവാനായിട്ട്. അപ്പോൾ 12-ാം അധ്യായം മൊത്തം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗത്ത് സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെയൊക്കെ പറ്റി പറയുകയാണ്. ആത്മാവിൻ്റെ വരങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം തുടങ്ങി വരങ്ങളെക്കുറിച്ച് ആത്മാവിൻ്റെ വരങ്ങൾ ചിലത് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അത് കഴിഞ്ഞ് 9 മുതലുള്ള വാക്യങ്ങളിൽ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒന്ന് ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് എൻ്റെ തൊട്ട് മുകളിൽ പറയുന്നു. 2 ആത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പം തന്നെ ഒരു ദൈവിക കുടുംബത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് അടുത്ത വാക്യങ്ങളിലേക്ക് പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. 6-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസൻ ഖാൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഭാവിക്കേണ്ടതിന് മീതെ ഉയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുമോദമാകുവണ്ണം ഭാവിക്കണമെന്ന് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു പദമാണ് അവിടെ. ലഭിച്ച കൃപയാണ്. നമ്മളായിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ള തിരിച്ചറിവ് വേണം എല്ലാ വരങ്ങളും ഉപയോഗിക്കുവാനായിട്ട്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് അർഹതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് തന്ന ദാനങ്ങൾ, വരങ്ങൾ, തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. ഞാൻ ആ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് എന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം ഞാൻ എൻ്റെ വീട് നിൽക്കുന്നിടത്ത് തന്നെ ദൈവം കൃപ ചെയ്ത് നല്ലൊരു സഭയ്ക്ക് കർത്താവ് ഇന്ന് തന്നിട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ വീട്ടുകാരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഇരുന്ന് അപ്പന്മാരൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ദൈവമേ, ഇത്രയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇന്ന് ആയിരങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ ഒരു ഞായറാഴ്ച കടന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമേ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ മഹാകൃപയെന്നുള്ളത്. കുടുംബം കൊണ്ടും കുലം കൊണ്ടും ഒന്നും യോഗ്യതയില്ലാത്തിടത്ത് കർത്താവ് തരുന്ന വലിയ ദാനത്വമാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപയിൽ ലഭിക്കുന്ന വരം, എന്നിട്ട് വരങ്ങളെക്കുറിച്ച് പറയുകയാണ്. 7 വരങ്ങൾ അവിടെ ഏകദേശം പറയുന്നുണ്ട്. നോക്കുക, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരവുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. അപ്പോൾ ഒന്ന് പറയുന്നത് പ്രവചനമാണ്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ ഓർക്കാൻ കഴിയും, കാണാൻ കഴിയും. പ്രവചനത്തിൻ്റെ ഗ്രേഡ് കൂടുന്നത് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് കൂടുന്നതനുസരിച്ചാണ്. വിശ്വാസം കൂടുന്തോറും പ്രവചനത്തിൻ്റെ ഗ്രേഡും കൂടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ഈ ഗ്രേഡിനനുസരിച്ച് പ്രവചനം മാറുന്നു എന്ന് പറയുന്നു. ഒരു ചെറിയ എനിക്ക് ലഭിച്ച ഒരു വെളിച്ചത്തിൽ പറയാം. നമ്മൾ 2 ടൂറിസ്റ്റ് ബസ് നിറച്ച് 100-100 പേരടങ്ങുന്ന ബസ് ഒരു കല്യാണത്തിനോ ഒരു ഉല്ലാസ യാത്രയ്ക്കോ പോവുകയാണ്. അങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ അതിലൊരു വണ്ടിയുടെ ടയറ് വെടി തീർന്നു വെക്കുക. അതൊരു കൊച്ചു ഗ്രാമത്തിൽ വെച്ചാണ്. പിന്നെ ഒത്തിരി സമയമൊക്കെ എടുക്കും. അവർ 2 ബസ്സിൽ നിന്നും കൂടെ ഏതാണ്ട് 100 പേര് പുറത്തിറങ്ങി. അവിടെ ഒരു കൊച്ചു മാടക്കടയുണ്ട്. ഒരപ്പച്ചനും അവിടെ ഇരിപ്പുണ്ട്. അപ്പച്ചൻ്റെ കയ്യിലൊരു കൊച്ചു ചായക്കടയാണ്. കുറച്ച് നാരങ്ങാവെള്ളം എല്ലാം ഉണ്ടെന്ന് വെക്കുക. 2 കവർ പാൽ അവിടെ ഇരിപ്പുണ്ട്. ഒരു ഡബ്ബയ്ക്കകത്ത് 3 ഗ്ലാസും ഇച്ചിരി വെള്ളമുണ്ട്. അപ്പച്ചന് ഓരോരുത്തർക്ക് വിട്ട് അതിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, തുടച്ച് കഴുകി ആ വെള്ളത്തിൽ തന്നെ ചായ കൊടുക്കും. അപ്പോഴാണ് ഈ 100 പേര് വന്നത്. ഈ 100 പേർക്ക് അപ്പച്ചൻ എങ്ങനെ ചായ കൊടുക്കും? എല്ലാവർക്കും ചായ കൊടുക്കണം. ആകെപ്പാടെ 2 കവർ പാലും ഉണ്ട്, 3 ഗ്ലാസ്സും ഉണ്ട്. എത്ര നേരം കൊണ്ട് ഈ പാല് കൊടുത്ത് ഈ എടുത്ത് കാച്ചി ചായ കൊടുക്കാനൊക്കും? അതുപോലാണ് പ്രവചനവും പോകുന്നത്. നോക്കൂ, വിശ്വാസം കൂടുമ്പോൾ കൃത്യമായ ദൂതുകൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ഓടെ പറയുന്നതിൽ നിന്ന് വിശ്വാസം വളരുമ്പോൾ കൃത്യതയോടുള്ള ദൂതുകൾ അത് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. ഈ അന്ത്യനാളുകൾ അങ്ങനെയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഈ ദൈവസഭയുടെ പ്രാരംഭ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ആ മഹാപൈതൃകം നമുക്കുള്ളതോർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. ഞാനൊരിക്കൽ ജർമ്മനിയിൽ ഒരു
പ്രൊഫറ്റിക്കൽ സ്കൂളിൽ പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു അവസരം ദൈവം തന്നപ്പോൾ അവിടെ ഇരിക്കുക. അപ്പോൾ ഒരു സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നൊരു അമ്മ അവർ ക്ലാസ് എടുക്കുകയാണ്. എന്നാൽ അവർ ഭയങ്കര രസകരമായി, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു പാർട്ടിസിപ്പേഷനായിട്ടൊക്കെ ഇരിക്കാൻ കുറച്ച് ദിവസങ്ങളോ. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം ഇവരുടെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് പ്രോപ്പസിയെക്കുറിച്ച് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇനി അത് ഡെമോൺസ്ട്രേഷൻ്റെ സമയമാണ്. ഓരോരുത്തരോടും ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് തരുന്ന നിയോഗമനുസരിച്ച് നിങ്ങൾ ശുശ്രൂഷിക്കണം. അതിനുള്ള നിയോഗമെല്ലാം അവർ പ്രാർത്ഥിച്ചു കൊടുത്ത് ആ ശുശ്രൂഷയിലേക്ക് അവരെ വിശ്വാസത്തോടെ നയിക്കുകയാണ്. അപ്പോൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ ഒബ്ജക്റ്റുകളൊക്കെ താഴെ ഇടുക. ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫോണോ വാച്ചോ ഒക്കെ ഒബ്ജക്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് നിയോഗമുള്ള ഒരാളുടെ പോയിട്ട് ദൈവം ഏൽപ്പിക്കുന്ന ദൂതുകൾ അത് വെച്ചുകൊണ്ട് പറയും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ പറയുന്നു, നിങ്ങളുടെ ഈ ഫോണിനെ പോലാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ അത് കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊക്കെ ആ ദൂത് കേട്ടവർ വല്ലാതെ കരയുന്നു. അവർ പറയുന്നു, കൃത്യമായി എന്നോടുള്ള ദൂതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പം റിഫ്ലക്ഷനുള്ള സമയമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്ന ദൈവദാസന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒബ്ജക്റ്റൊക്കെ ഇട്ട് നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പറഞ്ഞപ്പോൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ലതാണ്. ഇതെല്ലാം മോശമൊന്നുമല്ല. എങ്കിലും ഞങ്ങൾക്കൊരു പൈതൃകമുണ്ട്. കൃത്യമായിട്ട് പ്രവചിക്കുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. കാരണം അവർ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു. അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നമ്മൾ ഊറ്റം കൊള്ളുമ്പം തന്നെ ഈ അന്ത്യനാളുകളിൽ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കുവാൻ സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട് പ്രവചനത്തിൻ്റെ ഗ്രേഡ് കൂടും. എങ്ങനെ? വിശ്വാസത്തിനൊത്തവണ്ണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. അപ്പോൾ 2 പ്രവചനം, 2 ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സർവീസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. ദൈവം നമ്മളെ വിളിക്കുന്നതെല്ലാം ശുശ്രൂഷയ്ക്കായിട്ടൊരു വിളിയാണ്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വളരെ എന്നെ ധ്യാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്കും 13 മുതലുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുന്ന പല കാഴ്ചകളുണ്ട്. ഒന്ന്, അവിടെ യോഹന്നാനും കുറേ സ്ത്രീകളും ഒക്കെ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ അമ്മ മറിയവും യോഹന്നാനും ഒക്കെയുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ അവിടെ ഉണ്ട്, അവർ പടയാളികളാണ്. കർത്താവ് ഇങ്ങനെ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് താപ്പോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കാഴ്ച കാണുന്നു. ഈ പടയാളികൾ തൻ്റെ വസ്ത്രത്തിന് വേണ്ടി അവർ പകത്തെടുത്തു. അത് കഴിഞ്ഞ് തുന്നലില്ലാത്തൊരങ്കി, ആ അങ്കിക്ക് വേണ്ടി അവർ ചീട്ടിടുകയാണ്. തൻ്റെ അങ്കിക്ക് അവർ ചീട്ടിടുകയാണ്. ചീട്ടിടുമ്പോൾ മറ്റൊരു കൂട്ടർ അവിടെ നിൽപ്പുണ്ട്. അത് യോഹന്നാനും മറിയും ഒക്കെയാണ്. കർത്താവിന് ആ ചീട്ടിടുന്ന കണ്ടപ്പോൾ വല്ലാതെ ഉള്ളിൽ പ്രയാസം തോന്നിക്കാണും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ, മുൻപുള്ള അധ്യായത്തിൽ പെസഹായിക്കിരിക്കുന്ന രാത്രി കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്. അവൻ അത്താഴത്തിനിരിക്കെ വസ്ത്രം ഊരി വെച്ചിട്ട് അരയിൽ തോർത്തെടുത്ത് ഉടുത്തിട്ട് ശിഷ്യന്മാരുടെ പാദം കഴുകാനായിട്ട് തുടങ്ങി. ഒരു വേള ആ അങ്കിക്ക് അവർ ചീട്ടിടുമ്പോൾ കർത്താവ് ഉള്ളുകൊണ്ട് ചിരിച്ചു കാണും. ഞാൻ എന്നേ ഇത് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച, കാരണം അങ്കി അവരുടെ സ്ഥാനവസ്ത്രമാണ്. പക്ഷെ കർത്താവ് നോക്കുന്നൊരു നോട്ടമുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ അനാഥമായി കിടക്കുന്ന ഒന്നുണ്ട്. താൻ തുടരാൻ ആഗ്രഹിച്ചൊരു ശുശ്രൂഷ. അത് അങ്കിയുടേതല്ല, അത് തോർത്തിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് നോക്കുന്ന അതാണ്. ആരാണ് ആ തോർത്തിൻ്റെ ശുശ്രൂഷ എടുക്കുന്നത്? അവിടെ ആരെയും കണ്ടില്ലെങ്കിലും ഒരു യോഹന്നാൻ അവിടെ ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു. അവനെ നോക്കി കർത്താവ് പറയുന്നു, ഏറ്റവും വലിയൊരു ശുശ്രൂഷ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുക, അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നോക്കൂ, പ്രവചനമെങ്കിൽ പ്രവചനത്തിന് വിശ്വാസത്തിന് ഒത്തവണ്ണം. 2 ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. ഓർക്കുക, ശുശ്രൂഷ അങ്കിയുടെ ശുശ്രൂഷയെക്കാളിലും തമ്പുരാൻ നോക്കുന്ന ശുശ്രൂഷ തോർത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിന് ചിലരെ വേണം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏറെ ചെറുപ്പക്കാരെ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. അങ്കിയുടെ ഭ്രമിപ്പിക്കുന്നതിൻ്റെ പുറകെ പോകാതെ കർത്താവിൻ്റെ ഹൃദയമറിയുന്ന തോർത്തിൻ്റെ ശുശ്രൂഷ പ്രസന്നതയോടെ ചെയ്യുവാൻ കർത്താവിന് ഇന്ന് രാത്രി ആളുകളെ വേണം. കരമടിച്ചത് മനസ്സിലായവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. കർത്താവിന് വേണ്ടാത്ത അങ്കിയല്ല നമുക്ക് വേണ്ടത്, കർത്താവ് നോക്കുന്ന തോർത്തിൻ്റെ ശുശ്രൂഷ. നോക്കൂ, ശുശ്രൂഷ. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ വന്നത്. ശുശ്രൂഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും തൻ്റെ ജീവിതം തന്നെ ശുശ്രൂഷയ്ക്കായി കാണിച്ചു തന്ന ആ അരുമപുരുഷൻ്റെ ശിഷ്യരായ നമുക്ക് ഒരു ദൗത്യമുണ്ട്. കർത്താവ് തുടങ്ങി വെച്ച ശുശ്രൂഷ തുടരാനുള്ള ദൗത്യം. അതാണ് സഭയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്. ശുശ്രൂഷയെങ്കിൽ
ശുശ്രൂഷയിൽ അടുത്ത വാക്യത്തെ കാണുന്നു, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ വളരെ ഗൗരവമായി ആ വരങ്ങളെ ദൈവം ഓർപ്പിക്കുകയാണ്. ഉപദേശം അതൊരു വരമാണ്. പക്ഷേ അവിടെ പറയുന്നു ഉപദേശിക്കുന്നവനെങ്കിൽ എന്തുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും എന്ത് ചെയ്തു കൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം. പറയപ്പെടുന്ന ഉപദേശങ്ങൾ ഏറെ പാലിപ്പിക്കപ്പെടേണ്ടവരാണ് നമ്മളെന്നുള്ളത് കൊണ്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ അടുത്ത് നോക്കേണ്ടത് ആ ഉപദേശത്തിൽ നിലനിൽക്കാനുള്ള ദൈവകൃപ ചോദിച്ചു വാങ്ങുക. കാരണം എവിടെയൊക്കെയോ തട്ടി ഒത്തിരി പേർ വീഴുമ്പോൾ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയപ്പെട്ട ഉപദേശം, പ്രസംഗിക്കപ്പെട്ട ഉപദേശം തലമുറ വീഴാതെ കാത്തുകൊണ്ട് അത് നെഞ്ചോടടുക്കി പിടിച്ച് പോകുവാൻ നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. അടുത്ത വാക്യത്തിൽ കാണുന്നു, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനം എന്നൊക്കെ ഉള്ളൊരു വാക്ക് നമ്മൾ അവിടെ പഠിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു വാക്കാണ്. പാരാക്ലറ്റോസ് എന്നുള്ളൊരു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥൻ, അല്ലോസ് പാരക്ലറ്റോസ് എന്നൊരു വാക്കാണ്. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ കൂടെ നടക്കുവാൻ ഞാൻ ഒരു കാര്യസ്ഥനെ അയക്കും. ആ കാര്യസ്ഥനെക്കുറിച്ച് പാരക്ലറ്റോസ് എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് അതിൻ്റെ പാരാക്കാലിയം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വേർഡിൻ്റെ സ്റ്റഡിയെക്കുറിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. പ്രബോധനം എന്നുള്ളൊരു വാക്ക് വന്നിരിക്കുന്നത് അതൊരു ആശ്വാസത്തിൻ്റെ ഒരു വാക്കാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, അവിടുന്ന് ആശ്വാസപ്രദനാണ്, അവിടുന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന എൻകറേജറാണ്, അവിടുന്ന് നമ്മളെ സഹായിക്കുന്ന സഹായിയാണ്. ഇപ്പം പ്രബോധിപ്പിക്കുന്നവർ ഓർക്കുക, അത് പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ആശ്വാസത്തിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്, ഒരു വരമാണ് പ്രബോധനം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പാരാക്കാലിയം എന്നൊക്കെ ഉള്ളൊരു വാക്ക്, ആ പാരാക്ലിറ്റസ് എന്നുള്ള വാക്ക്, ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആയിട്ടാണ് അവിടെ വരുന്നത്. ഒരു റൂട്ടിൻ്റെ അത് തായ് വഴിയിലേക്ക് അതിനെ നമുക്കവിടെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആശ്വസിപ്പിക്കുക എന്നുള്ളതൊരു കാര്യമാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രബോധനം എന്താ? നമ്മുടെ മുമ്പിൽ കേൾക്കുന്നവർ, നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നവർ, നമ്മോട് ഇടപെടുന്നവർ, അവരുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ആശ്വാസം കത്തണം. തക്ക സമയത്ത് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് നീ എനിക്ക് ശിഷ്യൻ്റെ നാവ് തന്നിരിക്കുക. അതൊരു വലിയ സംഭവമാണ് പ്രബോധനം. ഞാൻ ചിലപ്പോഴൊക്കെ അറിയാതെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്, ചിലരോട് വലിയ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ പറയും. എൻ്റെ ദൈവമേ, തളർന്നു വരുന്നവൻ പറയുകയാണ് എനിക്ക് ക്യാൻസറാ, ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പോൾ എടുത്തമായി അദ്ദേഹത്തിൻ്റെ മറുപടി അല്ലെ അവരുടെ മറുപടി, പ്രാർത്ഥിക്കാൻ കുഞ്ഞെ, എന്നാലും ഇങ്ങനത്തെയൊക്കെ അസുഖം വന്നാൽ കൊണ്ടേ പോകത്തുള്ളൂ. ദൈവമേ, ഞാൻ എന്നും പ്രാർത്ഥിക്കും ശത്രുക്കൾക്ക് പോലും ഈ അസുഖം ഒന്നും വരല്ലേ. എന്നാൽ എനിക്ക് ഈ തിരുവല്ലയിൽ തന്നെ ഉള്ളൊരു അച്ചാനെ അറിയാം. അച്ചാനോട് ആരെങ്കിലും, ഒരു പക്ഷേ അച്ചാൻ ഇവിടെ കാണുമായിരിക്കും, ആരെങ്കിലും ചെന്ന് പറയുകയാണ് ക്യാൻസറാന്ന് പറഞ്ഞാൽ പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്, ദേഹത്തോട്ട് കൈവച്ച ഒരൊറ്റ പ്രാർത്ഥന, ഈ ക്യാൻസർ മരിക്കട്ടെ, ഈ വ്യക്തി ജീവിക്കട്ടെ. ക്യാൻസർ, പുള്ളി ഒരു 10 പ്രാവശ്യം ഇതേ വാക്ക് പറയും, ക്യാൻസർ മരിക്കട്ടെ, വ്യക്തി ജീവിക്കട്ടെ. ആ വ്യക്തി ക്യാൻസർ വ്യക്തി ജീവിക്കും, പക്ഷേ വ്യക്തിയിലുള്ള ക്യാൻസർ മരിക്കും. അതാ മനുഷ്യൻ്റെ വിശ്വാസവും ആശ്വാസവുമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആശ്വാസപ്രദനായ കർത്താവിനോട് വി ആർ ലവ് ടു ലവ്, വി ആർ എൻകറേജ് ടു എൻകറേജ്, വി ആർ കംഫർട്ടഡ് ടു കംഫർട്ട്, വി ആർ ലവ് ടു ലവ്. നാം സ്നേഹിക്കപ്പെടാൻ വേണ്ടി സ്നേഹിക്കപ്പെട്ടവരാണ്, നാം ആശ്വസിക്കപ്പെടാൻ വേണ്ടി ആശ്വസിക്കപ്പെട്ടവരാണ്, നാം സഹായിക്കപ്പെട്ടവരാണ്. എന്തിനാ? സഹായിക്കുവാൻ വേണ്ടി നമ്മളെ ദൈവം, അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സഹായിച്ചത്. നോക്കൂ, പ്രബോധനത്തെങ്കിൽ അടുത്ത വാക്യത്തിൽ കാണുന്നു, ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? ഏകാഗ്രതയോടെ ചെയ്യണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രത ചെയ്യണം. എന്താണ് ആ ഏകാഗ്രത എന്നുള്ളൊരു വാക്ക്? ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ വണ്ണസ് എന്നുള്ള ഒരു അർത്ഥമാണ്. ഒരു ഹോളിസ്റ്റിക്കായിട്ട് വേണം ദാനം ചെയ്യുവാൻ. സഹായം ചെയ്യുന്നവൻ ഹോളിസ്റ്റിക്കായിട്ട് ചെയ്യണം, അഥവാ ഏകാഗ്രത ചെയ്യണം. എന്താ അതിൻ്റെ അർത്ഥം? നമുക്കെല്ലാം മനുഷ്യർക്കും 3 അവസ്ഥകളാണ് ഉള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. ഇത് 3ഉം ഭയങ്കര തമ്മിൽ ഒന്നിച്ചൊക്കെ ആണെങ്കിലും ആത്മാവും ജഡവും കൂടെ ഒക്കെ ഭയങ്കര പോരാട്ടമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെല്ലാം നമ്മളെപ്പോഴും പറയും ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമാണ്. ആത്മാവിൻ്റെ ചിന്ത ജഡത്തിന് ശത്രുത്വമാണ്. അപ്പം 2 വടംവലികളും നമ്മുടെ അകത്ത് എപ്പോഴും നടക്കാറുണ്ട്. അവിടെയാണ് പറയുന്നത് ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? ഏകാഗ്രതയോടെ ചെയ്യണം. എന്താ അതിൻ്റെ അർത്ഥം? ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഭൂരിപക്ഷം പേരും ദൈവമക്കളാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവർ. ആ സത്യത്തിൽ കൊടുക്കുന്നതൊക്കെ ദൈവമക്കളൊക്കെ തന്നെയാണ്. 100% അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് കൊടുക്കാൻ പഠിപ്പിക്കുന്ന, കൊടുക്കത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ. എങ്ങാനും
നമ്മൾ ഓർക്കണം, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. എന്താണ് ഒരു പിരിവ് നമ്മളോട് പറഞ്ഞു, നമ്മളങ്ങ് ഓർത്തു 5000 രൂപ അങ്ങ് കൊടുക്കുക, അന്ന് വെച്ചെന്ന് വെക്കുക. 5000 ചിന്തിച്ചിട്ട് പിന്നെ അച്ചായൻ പറഞ്ഞു, ഇടി വേണ്ടാടി, കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ 3000 കൊടുത്തേക്കാം. അപ്പം പിന്നെ കൊച്ചുമായിട്ട് ആലോചിച്ചാൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് 2500 ആക്കാമെന്ന് പറഞ്ഞു. അവസാനം ഇതെല്ലാവരും കൂടെ ഒരു 50 വട്ടം ഡിസ്കസ് ചെയ്തിട്ട് 3000 എടുത്തു വെച്ചു. പിന്നെ കൊടുക്കാൻ നേരത്ത് ആ പോച്ചലൊന്നും വെച്ചോണ്ട് 4000 അങ്ങ് കൊടുത്തു. ചുരുക്കത്തിൽ കൊടുത്തു, പക്ഷേ ഏകാഗ്രത ഇല്ലാതാണ് കൊടുത്തത്. 500 വട്ടം ആലോചിച്ച് മനസ്സും ശരീരവും എല്ലാം കൂടെ പല വഴിക്ക് ചിന്തിച്ച് അവസാനം കൊടുത്തു. ഈ കൊടുത്തതിന് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നാൽ ഒരു 2 രൂപയെ കൊടുത്തുള്ളെങ്കിലും അത് ഏകാഗ്രതയോടെ കൊടുത്താൽ അതിൻ്റെ പിന്നിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനം ചെയ്യുന്ന ഒരു സ്തോത്രാഴ്ച പാത്രം മുമ്പിൽ വരുമ്പോൾ രണ്ടാമതൊന്നുകൂടെ ആലോചിച്ചിട്ടല്ല ഇടുന്നത്, ദൈവത്തിന് സ്തോത്രത്തോടെ ഏകാഗ്രതയോടെ സ്ട്രഗിളില്ലാതെ കൊടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടിയായിരിക്കും കൊടുക്കുന്നത്, എന്നാൽ ബുദ്ധിമുട്ടോടെ കൊടുക്കരുത്. ബുദ്ധിമുട്ടിയായിരിക്കും കൊടുക്കുന്നത്, എന്നാൽ കൊടുക്കുന്നത് ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കണം. എന്തുകൊണ്ട്? മനസ്സിൽ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോട് കൊടുത്താൽ അവരെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് നോക്കൂ. അതാണ് ദൈവസഭയുടെ ചരിത്രം എന്ന് പറയുന്നത്. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ചെയ്യുന്നവൻ. അടുത്തത്, ഭരിക്കുന്നവൻ എങ്ങനെ ചെയ്യണം? ഉത്സാഹത്തോടെ ചെയ്യണം. ഉത്സാഹം എന്നുള്ളൊരു വാക്കിനും നമ്മൾ കാണുന്ന ഒരു സമാനമായ വാക്കുണ്ട്. മറിയത്തോട് ദൈവം വന്നിട്ട് പറഞ്ഞു, മറിയം, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുകയാണ്. ഈ വാർത്തകളൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും ഗർഭം ധരിച്ചു. മച്ചി എന്ന് പറഞ്ഞവൾക്കിത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ വാക്ക് കേട്ടുടനെ മറിയം ചെയ്തൊരു കാര്യമുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ ആദ്യ നാളുകളിൽ കാണുന്നു, മറിയം ബന്ധപ്പെട്ട് എഴുന്നേറ്റിട്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി എന്ന് കാണുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത്, വല്ലാത്ത മാനസിക അസ്വസ്ഥയുടെ സമയത്ത് ബന്ധപ്പെട്ട് തന്നെ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. കാരണം എലിസബത്തിന് അത് 6-ാം മാസമാണ്. വചനം വായിക്കുമ്പോൾ അറിയാം, ഏകദേശം 3 മാസം മറിയം എലിസബത്തിനോടൊപ്പം താമസിച്ചു എന്ന്. അവരെ ശുശ്രൂഷിക്കുകയായിരുന്നു. അതിനുവേണ്ടി മറിയം പോയത് മട്ടിലല്ല പോയത്, ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഉത്സാഹത്തോടെ ബന്ധപ്പെട്ടു പോയി. ഇങ്ങനെ ബന്ധപ്പെട്ട് മറ്റൊരാളെയും കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ. ബന്ധപ്പെട്ടൊന്ന് യോഹന്നാൻ സ്നാപകൻ്റെ തല ഛേദിക്കാൻ വേണ്ടി ശലോമി ഓടിപ്പോയത് ബന്ധപ്പെട്ടാ പോയത്. എന്നാൽ 2 ബന്ധപ്പാട്. മറിയം ശുശ്രൂഷിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടു പോയി. ആ ഒരു ബന്ധപ്പെട്ടു പോയ ഒരു വാക്കാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭരിക്കുന്നവൻ എങ്ങനെ ചെയ്യണം? ഉത്സാഹത്തോടെ ചെയ്യണം. അതേ വാക്ക് തന്നെ അടുത്ത് നമ്മൾ തീമിലും കാണുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. അടുത്ത വാക്യം, കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? പ്രസന്നതയോടെ ചെയ്യണം. ഭയങ്കര വാക്കാണ്. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ചെയ്യണം. നമ്മുടെ ഇടയിൽ നിന്നൊക്കെ ഒത്തിരി പേര് നേഴ്സിംഗ് പ്രൊഫഷനൊക്കെ പോയിട്ടുണ്ട്. കരുണ ചെയ്യുന്നവർ എങ്ങനെ ചെയ്യുക? ചിലർ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നാൽ നമുക്ക് ദൈവം തമ്പുരാനെ എന്തൊരു വേദന, അവിടെ മുഖം കാണുമ്പോഴേ നമ്മുടെ പേടി വലുതായിരിക്കും. എന്നാൽ ചിലർ കുത്തിയാൽ നോവത്തില്ലെന്ന് പറയും. സത്യമാണ്, കുത്തുന്നത് രണ്ടും ഒരുപോലാണെങ്കിലും ചിലർ കുത്തിയാൽ നോവാത്തത് തൻ്റെ തൂത്തു കുഴപ്പമൊന്നുമില്ല, തണ്ട് ഞാൻ കുത്തു അന്നെ പേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുത്തുമ്പോൾ കുത്തിൻ്റെ വേദന അറിയത്തില്ല. പിള്ളേർക്കൊക്കെ പറയത്തില്ലേ, ആ ആൻറ്റി, ആ സിസ്റ്റർ ആൻറ്റി മാത്രം എന്നെ കുത്തിയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പവർ വിഷൻ ചാനലിലൂടെ ഒക്കെ പലരും ഇത് കേൾക്കുന്നുണ്ട്. പറയുക, കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? പ്രസന്നതയോടെ. ഇതിനൊക്കെ ഭയങ്കര അർത്ഥമാണ്. കരുണ ചെയ്യുന്നവൻ, എനിക്കറിയാവുന്ന എൻ്റെ ഒരു കുഞ്ഞ്, അവന് ബോംബെയിലേക്ക് പോയി. അവന് ആദ്യ നാളുകളിൽ നേഴ്സിങ്ങിന്, ഒരു മെയിൽ നേഴ്സിംഗ് കഴിഞ്ഞ് പോയതാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു സ്ഥലത്ത് നേരത്തെ നടത്തിയ ഒരു കൺവെൻഷനിൽ അവൻ നിൽക്കുന്ന ആ ഗാവിൻ്റെ അവിടെ ഒരു കൺവെൻഷൻ അലങ്കോലപ്പെട്ടു പോയി. അവിടെ അങ്ങനെ പലരും പേടിച്ച്, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായൊരു സമയത്ത് ഈ വാത്സല്യ സഹോദരന് നേഴ്സിംഗ് പ്രൊഫഷനായിട്ട് അവിടെ പോകുകയാണ്. അപ്പോൾ അവനോട് അവിടെ ആ ഒരു ഹോസ്പിറ്റലിലെ ആ നാട്ടിലുള്ള വലിയൊരു പ്രമാണി, അദ്ദേഹം അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവും എല്ലാമാണ്. അദ്ദേഹത്തിൻ്റെ കാല് കരിയാതിരിക്കുന്നു, അന്നൊക്കെ ഇൻസുലിൻ എടുക്കണം. അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തന്നെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ പോയി ഡ്രസ്സ് ചെയ്ത് ഇൻസുലിൻ എടുക്കാൻ വേണ്ടി. ഈ കൊച്ചൻ അവിടെ പോയി ഇൻസുലിൻ എടുക്കും. ഇൻസുലിൻ എടുക്കുന്ന കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് അവനറിയാവുന്ന ഭാഷയിലൊക്കെ ഈ നേതാവിനോട് പറഞ്ഞു, സാർ, ഇതിനകത്ത് ഇൻസുലിൻ മാത്രമല്ല, ഞാൻ പ്രാർത്ഥിച്ചാണ് ഇത് കുത്തുന്നത്, ഇതിനകത്ത് കർത്താവിൻ്റെ രക്തമൊക്കെ ഉണ്ട്. ഏതായാലും അത്ഭുതം, ആ മുറിവ് വേഗത്തിൽ അങ്ങ് കരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചനോട് അങ്ങേർക്കൊരു നല്ല ഗിഫ്റ്റ് കൊടുത്തു, ഒരു ചെറിയ നല്ലൊരു പാരിതോഷികം. അവൻ ആ പാരിതോഷികം കൊടുത്തപ്പോൾ പറഞ്ഞു, സാർ, എനിക്കിത് വേണ്ട. അപ്പം ചോദിച്ചു, നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, ഇവിടെ ഒരു കൺവെൻഷൻ നടത്തണം ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ. പക്ഷേ അത് ഇപ്പം സംഭവിക്കത്തില്ല, കാരണം
കുറേ പ്രശ്നങ്ങളാണ്. ആ നേതാവ് തന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ഉദ്ഘാടനം ചെയ്യും, ഞാൻ പ്രൊട്ടക്ഷൻ തരും, നീ കൺവെൻഷൻ നടത്തിക്കോളാൻ പറഞ്ഞു. കൃപയാൽ ആ കൺവെൻഷനിൽ ഒരു 2 ദിവസം ഞാനൊക്കെയും പ്രസംഗിക്കാൻ ഭാഗ്യം കിട്ടി. അദ്ദേഹമാണ് അവിടെ ഒരു കൊച്ചൻ ഇഞ്ചക്ഷൻ എടുത്തത് പ്രസന്നതയോടെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി. കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? പ്രസന്നതയോടെ ചെയ്യണം. നോക്കൂ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ചെയ്യുക, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ചെയ്യണം. പ്രബോധനമെങ്കിൽ പ്രബോധനത്തിൽ ചെയ്യണം. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ചെയ്യണം. നോക്കൂ, പ്രവചിക്കുന്നവൻ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇത് കഴിഞ്ഞിട്ട് ഇനി ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 9 മുതലുള്ള വാക്യങ്ങൾ ക്രിസ്ത്യൻ ലൈഫാണ്. അവിടെ പറയുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളണം. തീയതിനെ വെറുക്കുക, നല്ലതിനോട് പറ്റുക. 10-ാം വാക്യം, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കണം. സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് തമ്മിൽ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കണം. അന്യോന്യം ബഹുമാനിക്കുക, സഹോദര പ്രീതി. ഈ ഒരു വാക്ക് എനിക്ക് ദൈവസഭയിൽ പ്രസംഗിക്കുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സഹോദര എന്നുള്ളൊരു വാക്ക് ദൈവസഭയുടെ ഒരു വാക്കാണ്. 2 കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ കണ്ട അവർ സന്തോഷത്തോടെ വിളിക്കും, സഖാവേ എന്ന് വിളിക്കും. അതവിടെ ഒരു ട്രേഡ് മാർക്കാണ്. ഇന്നത്തെ 2 ചെറുപ്പക്കാർ തമ്മിൽ കണ്ടാൽ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഹായ് ബ്രോന്നോ മച്ചാനെ എന്നൊക്കെ വിളിക്കും. അത് അവരുടെ ഒരു ഭാഷയാണ്. 2 മദ്യപാനികൾ തമ്മിൽ കണ്ടാൽ അളിയാന്ന് വിളിക്കും. അത് അവരുടെ ഒരു ഭാഷാ ശൈലിയാണ്. ഇവർക്കെല്ലാം അവരുടേതായ ഭാഷകളുണ്ട്. എന്നാൽ 2 ദൈവമക്കൾ തമ്മിൽ കണ്ട ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നൊരു വാക്കുണ്ട്. എന്താണ്? സഹോദര എന്നൊരു വാക്ക്. അപ്പോൾ ഈ സഹോദരി, അതുകൊണ്ടാണ് പറയുന്നത് സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട്. ദൈവത്തിൻ്റെ സഭയിലേക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ സഹോദര എന്നുള്ളൊരു വിഷയത്തിലാണ് വിളിക്കുക. സഹോദര എന്നുള്ളൊരു വാക്ക് പദം പിരിച്ചിട്ട് എന്തായിരിക്കും? സഹ അധികം ഉദരം, അതിൻ്റെ പേരാണെന്ത്? സഹോദരൻ. ഒരു ഉദരം പങ്കുവച്ചവനെ വിളിക്കുന്ന പേരാണെന്ത്? സഹോദര എന്നുള്ളൊരു വാക്ക്. ഒരു ഉദരം. അപ്പം നമ്മൾ സഹോദര എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മൾ ദൈവസഭയിൽ ഒരപ്പത്തിൻ്റെ അംശികൾ, കുരിശിൽ തൻ്റെ തിരുമാറിവിന്ന് പുറത്തു വന്ന ഒരു ഗർഭത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമല്ലേ ഗർഭപാത്രം എന്നൊക്കെ പറയുന്നത്. ആ ഗർഭപാത്രം എന്നൊക്കെ അതൊരു പാത്രമാണ്. ആ പാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന ഉടപ്പിറന്നവർ, കൂടപ്പിറപ്പുകൾ തമ്മിൽ വിളിക്കുന്നൊരു വാക്കാണ് സഹോദര എന്നുള്ളൊരു വാക്ക്. അപ്പം ദൈവസഭയ്ക്ക് വെറ്റിട്ടുള്ള, അതുകൊണ്ടാണ് വേദവസത്തിൽ ഒരു വാക്കുണ്ട്, സ്നേഹിതന് എല്ലാ കാലത്തും സ്നേഹിതൻ, അനർത്ഥകാലത്ത് അവൻ ആരായിരിക്കും? സഹോദരനായിരിക്കും. ദൈവസഭയിലുള്ള ദൈവമക്കളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴൊക്കെ ഉറക്കെ വിളിച്ചു സഹോദര, അതിൻ്റെ അർത്ഥം അറിഞ്ഞു വേണം വിളിക്കാൻ. നമ്മൾ ആരാണ്? സഹോദരങ്ങളാണ്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സഹോദര എന്നൊരു വാക്ക്. സഹോദര എന്നെ വളരെ ധ്യാനിപ്പിക്കുന്ന ഒരു വാക്കാണ് സഹോദര എന്നൊരു വാക്ക്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിർണായക സാഹചര്യങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നതും ജീവൻ കളഞ്ഞു നിന്നതും കൂടെ നിന്നതും ഒന്നും എൻ്റെ ബന്ധുക്കളല്ല, എനിക്ക് കട്ടിയ ഒരു പറ്റം സഹോദരന്മാരാ. എന്തൊരു ബന്ധമാണ്! ബന്ധമൊക്കെ സഹോദരങ്ങൾ, സഹോദര എന്നൊരു ബന്ധം. അത് ചെറിയൊരു കാര്യമാണോ? അല്ല, ചെറിയൊരു കാര്യമല്ല. ഈ സഹോദര എന്നുള്ളൊരു വാക്ക് ചിന്തിക്കുമ്പോൾ ദൈവം എന്നെ ഒത്തിരി ധ്യാനിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് ഒരു ശുശ്രൂഷയുടെ മഹത്വം, ഒരു സഭയുടെ മഹത്വം. ദൈവം ആഗ്രഹിക്കുന്ന സഭ എന്ന് പറയുന്നത്. സഭ ഒരു ക്ലബിനപ്പുറത്തോ ഒരു പാർട്ടിക്കപ്പുറത്തോ ഒക്കെ ഒരു പറ്റം കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയ്ക്കകത്തോ ഒക്കെ അപ്പുറം കാണേണ്ട ഒന്നാണ് സഭ. സഹോദരങ്ങളുടെ ഒരു കാര്യമാണ്. ഇന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട് കാണുമല്ലോ, അമേരിക്കയിൽ ചെന്ന് ഇന്ത്യ എന്നുള്ളൊരു വലിയ ദാർശനികനായ മനുഷ്യൻ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒരൊറ്റ വാക്കേലാണ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക, അമേരിക്കയിലുള്ള എൻ്റെ സഹോദരന്മാരെ. ആ വാക്ക് ഒരു പക്ഷേ നമ്മുടെ വാക്കല്ലേ, നമ്മൾ എന്നും കൊണ്ടു നടക്കുന്നൊരു വാക്കായിരുന്നു സഹോദര. ഈ സഹോദരങ്ങളില്ലാത്തവർക്ക് സഹോദര എന്നുള്ളൊരു വാക്കിൻ്റെ വില അറിയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കുറച്ച് നാൾക്ക് മുമ്പ് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്താണ് ഈ കവി, ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കവി അയ്യപ്പൻ മരിച്ച ഒരു സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വാരികയിൽ ഈ അയ്യപ്പൻ്റെ കവിതകളൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് ഒരു 2 വരി കവിത എന്നെ വല്ലാതെ കരയിപ്പിച്ചൊരു കവിതയാണ്. 2 വരി കവിതയേ ഉള്ളൂ. ആ കവിത ഇത്രയേ ഉള്ളൂ: ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്കും വേണം ഒരു പെങ്ങളില്ല, ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്കും വേണം ഒരു പെങ്ങളില്ല എന്ന് പറഞ്ഞ കവി ഇങ്ങനെ പറയുകയാണ്. കവി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പ്ലാവിൻ്റെ തണ്ടയിൽ 2 ഇല കിടക്കുന്നു. ഒന്ന്
പഴുത്തതാണ്, ഒന്ന് പച്ചയാണ്. കവി നോക്കി നിൽക്കുമ്പോൾ പഴുത്തല പൊഴിഞ്ഞു പോയി, ഇനി അവത്തെ പച്ചല മാത്രമേ ഉള്ളൂ. അതും തൻ്റെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏകാന്തപതികനായ മനുഷ്യൻ പാടുന്നു, ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു തണ്ടിൽ ഒറ്റ ഇലയവനായി ഞാൻ പറക്കരുത്, ഒരു പെങ്ങളിലൂടെ എനിക്ക് വേണം. അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ കൊണ്ടു. കാരണം എനിക്കൊരു പെങ്ങളേ ഉള്ളൂ. വർഷങ്ങളായിട്ട് കിഡ്നി ഫെയിലായ ഒരു പെങ്ങളാണ്. എങ്ങാനും പൊഴിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു ഇല അങ്ങ് പൊഴിയുകയാണ്. അതൊരു വലിയ വേദനയാണ്. അപ്പോൾ സഹോദര എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം എന്നെ അവിടെയാണ് ചിന്തിപ്പിച്ചത്. ഇവിടെയാണ് നമുക്ക് ദൈവസഭ കൂടപ്പുറപ്പുകളൊക്കെ തരുന്നത്. എന്നെ കർത്താവ് വിളിച്ച സമയത്ത് കുഞ്ഞിലെ തൊട്ടേ ഒത്തിരി ദൂതുകൾ കേട്ടിട്ടുണ്ട്. ഞാനതിലൊക്കെ എവിടെ കിട്ടിയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു നിർത്തി ദൂത് പറയുമ്പോൾ ഒത്തിരി പേര് കൊച്ചിലെ തൊട്ട് പറഞ്ഞ് ദൂത് കേട്ടിട്ടുണ്ട്. നീ അനേകർക്ക് സഹോദരനായിരിക്കും, നീ അനേകർക്ക് പിതാവായിരിക്കും, ആങ്ങളെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളമൊക്കെ ഒന്നും മനസ്സിലാകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വളർന്നപ്പോൾ അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഏറെ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ സഭയിൽ ഒരു ആൻറ്റിക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം. അപ്പോൾ അവർക്ക് ആരുമില്ല കൂടെ, അവരുടെ ഭർത്താവ് വിദേശത്താണ്. കുറച്ച് നാൾ മുമ്പുണ്ട ഒരു സംഭവമാണ്. കൊണ്ട് നടക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ആ ഒരു സമയം തിരക്കില്ലാത്തൊക്കെ ഒരു സമയം, പിച്ച ശുശ്രൂഷയെ വളരുന്ന ഒരു സമയം. അന്നത്തെ മിക്ക സമയങ്ങളും ആശുപത്രിയും ആൾക്കാരെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നൊരു സമയം. അങ്ങനെ ഞാൻ ഈ ആൻറ്റിയും കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി അവസാനം എറണാകുളം വരെ എത്തി. എറണാകുളത്ത് ചെന്ന് എൻഡോസ്കോപ്പി ചെയ്ത് റിസൾട്ട് കാണിക്കാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെ റിസൾട്ട് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവരുടെ കൂടെ ആരാ ഉള്ളത്, ആരാണ് റെസ്പോൺസ്? ഞാൻ പറഞ്ഞു ഞാനാണ്. നിങ്ങൾ ഇവരുടെ ആരാ? ഞാൻ പറഞ്ഞു ഞാൻ ഇവരുടെ പാസ്റ്ററാണ് സാർ. അപ്പം പറഞ്ഞു പാസ്റ്ററേ ഉള്ളോ, മറ്റാരുമില്ലേ, റെസ്പോൺസിബിളായിട്ട് വേറെ ആരുമില്ലേ? അപ്പം പറഞ്ഞു ഇപ്പം വേറെ ആരുമില്ല, ഞാനാണുള്ളത്. ശരി, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, കുറച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഒന്ന് കാണണം. ഒറ്റയ്ക്ക് ഒന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഈ സ്ത്രീക്ക് ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്, പക്ഷേങ്കിൽ ഇനി നമുക്ക് കുടൽ മുറിച്ചൊരു ഓപ്പറേഷൻ ചെയ്യണം, അത് കഴിഞ്ഞ് കീമോതെറാപ്പി എടുക്കണം. അങ്ങനെ ആ ഓപ്പറേഷന് വേണ്ടി എല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് പ്രിയരെ, ഹൃദയംഗമായിട്ട് പറയുന്നൊരു സാക്ഷിയാണ്. കാരണം ദൈവമക്കളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടങ്ങ് പറയും. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഒരു വെളുപ്പിന് ഞാൻ ഈ ആൻറ്റിയും കൊണ്ട് പോവുകയാണ്. ആൻറ്റിയും കൊണ്ട് വെളുപ്പിന് പോകാതിരുന്നപ്പോൾ അന്ന് എൻ്റെ ഭാര്യയ്ക്ക് 4th ഡെലിവറിയാണ്. ഡെലിവറിയുടെ ആ ഒരു പെയിൻ ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിനാണ്, അതുകൊണ്ട് ലേബർ റൂമിൽ അഡ്മിറ്റ് ആക്കണം. ലേബർ റൂമിൽ നിന്ന് എൻ്റെ ഭാര്യ ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ ആ സ്ത്രീക്ക് ആരുമില്ല, ആ ആൻറ്റിയും കൊണ്ട് അച്ഛൻ തന്നെ പോകണം, ഇവിടെ കുഴപ്പമില്ല, നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവരെല്ലാം ഇവിടെ കാണും, ധൈര്യമായിട്ട് പൊക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് വൈഫിനെ അവിടെ ആക്കിയിട്ട് ഞാൻ എറണാകുളത്തേക്ക് പോയി. എറണാകുളത്ത് നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവരെ റിക്കവർ റൂമിലാക്കിയിട്ട് തിരിച്ചു വന്നു. റിക്കവർ റൂമിൽ എൻ്റെ ഒരു സഹോദരനാക്കിയിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഒരു കുഞ്ഞിനെ കണ്ടു, ഒരു കല്യാണത്തിന് പ്രസംഗിക്കാൻ പോയി. കല്യാണം പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ പുറകെ ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്ററെ ഒരു ദൂത് പറയാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ദൂത്? നിങ്ങൾക്ക് കർത്താവ് 6 കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ ഓടിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞ് സന്തോഷം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആശുപത്രി ഹോസ്പിറ്റലിൽ ചെന്നു, ഇവരുടെ ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് കാരിത്താസിൽ കൂടെ കൊണ്ടുപോകും വരും. കീമോതെറാപ്പിയുടെ ബുദ്ധിമുട്ടുകൾ ചെറിയ ബുദ്ധിമുട്ടുകളല്ല, കുറേ മുമ്പോട്ട് പോയി. അവസാനം ദേഹം നീരെല്ലാമായി. ഞാനാണ് കൊണ്ടുപോകാൻ വരികയും കൂടെ നിൽക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവസാനം എന്നോട് അവിടുത്തെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ പറയുന്നു ഇനി ഇവിടെ ആരെങ്കിലും ലേഡീസ് വേണം. ഞാൻ ചോദിച്ചു അതെന്താ? അവർക്കിനി ടോയ്ലറ്റിൽ തന്നെ നടന്നു പോകാനൊക്കെ ഇല്ല, ചിലപ്പോൾ അവരവിടെ വീഴും, അതുകൊണ്ട് ആരെങ്കിലും ലേഡീസ് വേണം. ഞാൻ ചർച്ചിൽ വന്ന് അനൗൺസ് ചെയ്തു, ആ സഹോദരിമാർ തയ്യാറാകുക, ചർച്ചിൻ്റെ വണ്ടിയെ കൊണ്ടുവരും, ചർച്ചിൻ്റെ വണ്ടിയെ കൊണ്ടുവരും. പക്ഷേ ദൈവകൃപയാൽ ഒരു സഹോദരിയും അങ്ങനെ കാര്യമായിട്ട് മുമ്പോട്ട് വന്നില്ല. അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലേക്ക് പോയി. എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ തള്ളിനെറ്റി. ഒരു ദിവസം അവർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ മരണത്തിനുള്ള പിടിവലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പിടിവലിയാണ്. ഞാൻ ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത് പോയി നിൽക്കുക. അപ്പോൾ കർത്താവിനോട് പറഞ്ഞ് ഇവരോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ആ കര ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി മരിക്കാൻ പോവുകയാണ്, പക്ഷേ പേടിക്കരുത്, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും, അന്ത്യനിമിഷം വരെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങാനും മരിച്ചു പോയെങ്കിൽ പേടിക്കരുത്, നിങ്ങളുടെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമമുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യം, അത് എന്നെ ഏൽപ്പിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇവരെൻ്റെ കയ്യെ കയറി മുറുകെ പിടിച്ചിട്ട് കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകി. സത്യമാണ് പാസ്റ്റേ? ഞാൻ പറഞ്ഞു സത്യ, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ആ വെളുപ്പിനെ ആ ഒരു 10-24 മണിക്കൂറിനകത്ത് ആ സഹോദരി സന്തോഷത്തോടെ പോയി. ഒരു ദൂത് കിടപ്പുണ്ടായിരുന്നു, 6 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. പക്ഷേ ഇന്ന് അവരെൻ്റെ കൂടെ ഇല്ല. 2-2.5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ പപ്പ 2ാമത് കല്യാണം കഴിച്ച് അവരിന്ന് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഞാൻ എന്താ ഈ പറഞ്ഞത്? ജന്മം തന്നില്ലെങ്കിലും കൂടപ്പിറപ്പുകളാകാൻ നമുക്ക് കഴിയും. ജനിക്കാതെ പോയവർക്ക്, ഒരമ്മയുടെ ഉദരത്തിൽ പിറക്കാത്തവർക്ക് കൂടെ പിറക്കാൻ കഴിയുമ്പോഴാണ്, കൂടപ്പിറപ്പുകളെപ്പോലെ കരുതുമ്പോഴാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഒരാൾ പറയും, ഇതാ
ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. ജന്മം കൊണ്ടല്ല അവർ ഒന്നായി മാറിയത്, കുരിശിൻ്റെ വഴി ഒന്നായിട്ട് മാറിയത്. കുരിശിൻ്റെ ചുവട്ടിൽ ഒരു യോഹന്നാൻ നിപ്പുണ്ട്. യോഹന്നാനെ നോക്കി യേശു പറയുന്നൊരു വാക്കുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ. അവർ തമ്മിൽ ഒരു വിളി വിളിച്ചു. അമ്മയെ മോനെ എന്ന് വിളിച്ചപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ഒരാളൊരു വാക്ക് പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവൃത്തിയായി. പാപപരിഹാരം മാത്രമല്ല, എന്താ അവിടെ നിവൃത്തിയായത്? സ്വന്തം രക്തബന്ധത്തിന് പുറത്ത് ഒരു ബന്ധം തുടങ്ങി, ഒരു നവയുഗം. അതാണ് സഭയെന്ന് പറയുന്നത്. സഭയുടെ ആഴം, ബന്ധം മനസ്സിലാകുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സഭ എന്ന് പറയുന്നത് കുറേ പേർ വന്ന് ഞായറാഴ്ച പോകുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു സംഭവമല്ല. സഭ എന്ന് പറയുന്നത് ഒരു പറ്റം കൂടപ്പറപ്പുകൾ ഒരുമിച്ചിരിക്കുന്നത്, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും. ഇതാണ് സഭ. അത് മനസ്സിലാകുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അതാണ് സഭ. ഞാനൊരു സഭയിൽ വളർന്നവനാ, ഞാൻ സഭയുടെ ചോറ് കൊണ്ട് വളർന്നവനാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, സഭ വലിയൊരു കാര്യമാണ്. 2004 ഞാൻ എൻ്റെ പിതാവുമായിട്ട് ഒരു പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായിട്ട് അത് അവസാനം ആൻജിയോഗ്രാമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എറണാകുളത്ത് കിടക്കുക. 2004 ഞങ്ങൾക്ക് അവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ഞാനും എൻ്റെ അമ്മയും മാത്രം അപ്പയും കൊണ്ട് അവിടെ കിടക്കുന്ന സമയത്ത് ഒത്തിരി പേര് അവിടെ എവിടെ നിന്നൊക്കെ അറിഞ്ഞു വരുന്നു. ഞാൻ ഇടയ്ക്ക് യോഗത്തിന് ഈ റൂമിന് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് റൂമിൽ നല്ല ആഠ്യത്വമുള്ളൊരമ്മ, ഈ അമ്മ എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ സ്ഥലത്തു നിന്നാണ്. നിങ്ങൾക്ക് ഈ എറണാകുളത്ത് ഒത്തിരി പേരുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻ്റി അമ്മ, ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല. പിന്നെ എവിടുന്നൊക്കെ ഈ ആൾക്കാർ ഒത്തിരി പേര് വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ പെന്തക്കോസ് എന്ന് പറഞ്ഞൊരു കൂട്ടരാണ്, ഞങ്ങളുടെ ഒത്തിരി കൂട്ടായ്മക്കാർ ഇവിടെ ഉണ്ട്, അവരറിഞ്ഞും കേട്ട് വന്നതാണ്. ആ അമ്മ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഞാനാരാന്നറിയാമോ? ഞാൻ പറഞ്ഞു, അറിയില്ല. ഒരു പ്രശസ്തനായ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവരുടെ അടുത്ത ബന്ധുവാണ് ഞാൻ. മോനെ 2 ആഴ്ചയായിട്ട് ഞാൻ ഇവിടെ കിടക്കുക, എന്നെ കാണാൻ ആരും വന്നില്ലടാ. നിങ്ങളുടെ ഗ്രൂപ്പ് എന്തൊരു ഗ്രൂപ്പാ, ഇഷ്ടം പോലെ. ഇതാണ് സഭയുടെ പ്രത്യേകത. അവരുടെ സുഖത്തിൽ കുറച്ച് പേര് കാണും, എന്നാൽ അവരുടെ ദുഃഖത്തിൽ 100 പേര് കാണും പ്രാർത്ഥിക്കാൻ, അല്ലേ? അതാണ് സഭ. സഭ പൊളിക്കരുത്, സഭയിൽ നിന്ന് അകന്ന് നടക്കരുത്. സഭയുടെ ദൗത്യങ്ങളെ മനസ്സിലാക്കി കരമടിച്ച് ദൈവസഭയെ ഓർത്ത്, ദൈവസഭ ആഗോള വ്യാപകമായി ദൈവം ഉയർപ്പിച്ച സഭ, പ്രാദേശിക സഭ. അവിടെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം പങ്കുവെക്കുവാൻ ദൈവം ഉയർത്തുന്ന കുറേ പേരുണ്ട്. ഇന്ന് പകൽ രാത്രിയിൽ എവിടെയെങ്കിലും ബന്ധങ്ങൾ അകന്നിട്ടുണ്ടെങ്കിൽ പുനർവിചിന്തനത്തിനുള്ളൊരവസരം ആദ്യത്തെ രാത്രി കർത്താവ് തരികയാണ്. ഇന്ന് രാത്രി അകറ്റാൻ പിശാച് നോക്കുമ്പോൾ അടുപ്പിക്കുന്ന ദൈവമുണ്ട്. പരിശുദ്ധ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവജനം ഒന്നിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അകറ്റ് വന്ന പിശാച് പറയുന്നിടത്ത് നമ്മൾ പറയും, സഹോദര പ്രീതിയിൽ സ്ഥായിപ്പുണ്ട്, അന്യോന്യം ബഹുമാനിക്ക് ഒരുമിച്ച് കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് അകറ്റാൻ പിശാച് നോക്കുമ്പോൾ അകലങ്ങളിലേക്കല്ല പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത്. എത്ര അകറ്റാൻ നോക്കിയാൽ ഉതിർന്നു പോകാത്ത ദൈവസ്നേഹമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ നോക്കൂ, അവിടെ പറയുന്നു സഹോദര പ്രീതി. സഹോദരങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ ഒരസലുകളൊക്കെ ഉണ്ടാകുമായിരിക്കാം, അത് സഹോദരങ്ങളാ. പക്ഷേ അവരുടെ ഒരസലുകൾ അവിടം കൊണ്ട് അവസാനിക്കും. എന്താ കാര്യം? അത്ര ആഴമായി സഹോദര ബന്ധം എന്ന് പറയുന്നത്. രക്തം എന്ന് പറയുന്നത് വേഗത്തിൽ ഒട്ടിപ്പിടിക്കുക. അതിലും വലിയൊരു രക്തം നമുക്കുണ്ട്. അതെന്താണ്? പുതിയ നിയമത്തിൻ്റെ ഒരപ്പത്തിൻ്റെ ഓഹരിക്കാര്, ഒരു രക്തത്തിൻ്റെ, ഒരു പാനപാത്രത്തിൻ്റെ അവകാശികളായി ദൈവം നമ്മെ വിളിച്ചെങ്കിൽ ഒരുമിച്ച് പറഞ്ഞ് സഹോദര പ്രീതി വർദ്ധിച്ചായിപ്പുണ്ട്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഒരു പറ്റം സഹോദരങ്ങളില്ലേ പ്രിയരെ? എനിക്ക് എൻ്റെ രോഗത്തിൽ, എൻ്റെ പ്രയാസത്തിൽ, നിങ്ങളുടെയൊക്കെ പ്രയാസത്തിൽ ഓടി വരാൻ എത്ര ദൈവമക്കളാ, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കളാ. ഒരു വിഷയം ഉണ്ടായാൽ ഇതുപോലെ മഹാഭാഗ്യമുള്ള ആരുണ്ട്? ഒന്ന് വിളിച്ചു പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ഇവിടുത്തെ പലർക്കും പലരുമില്ലാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന ആഴമേറിയ കൂട്ടായ്മയ്ക്കായി, സഭയ്ക്കായി, ദൈവദാസന്മാർക്കായി നമ്മൾ ഹൃദയംഗമായി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 13-ാം വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. അടുത്ത 13-ാം വാക്യം, കഷ്ടതയിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. തൻ്റെ മകൾ പെട്ടെന്ന് മരിച്ചു, കുറുബമ്മോള്. ഈ ആദ്യത്തെ പാസ്റ്റർ പിതാവ് മരിച്ചപ്പോൾ എല്ലാവരും വന്ന് വളരെ ഉത്സാഹവും പ്രത്യാശയോടൊക്കെ അവരെ എല്ലാം ധൈര്യപ്പെടുത്തി. പക്ഷേ കുഞ്ഞിന് മരിച്ചപ്പോൾ വല്ലാതെ എല്ലാവരും വിഷണ്ണരായി. എന്തോ പറയണമെന്ന് ആർക്കും അറിയില്ല. വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രിയ അപ്പച്ച എന്ന് പറഞ്ഞു, പ്രിൻസ് നീ എന്തെങ്കിലും പറയണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച എൻ്റെ ഒന്നും പറയാനില്ല. എന്താ പറയുക? കുഞ്ഞ് 1 വർഷം പോലും കഴിഞ്ഞില്ല, എന്ത് പറയുക? അടുത്ത പലരോടും ഞങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് പറയാമോ? ആർക്കും ഒന്നും പറയാൻ
പറയാനില്ല. അവിടെ ഒരു പിതാവ് വന്ന് നിൽക്കുന്നു. എന്നോട് ചോദിച്ചാൽ ആരാ ഇതിൻ്റെ ആൾക്കാർ? എന്നച്ചാ എനിക്കൊരു ശകലം സമയം തരാം. ഞാൻ പറഞ്ഞു ശകലം സമയമല്ല അച്ഛാ, ഇഷ്ടം പോലെ സമയം എടുത്തു. കാരണം ആരും ഒന്നും പറയുന്നില്ല. ഈ അച്ഛൻ അവിടെ കയറിയിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, പക്ഷേ ഞാൻ രാവിലെ പത്രം എടുത്ത് നോക്കും ആരെങ്കിലും കൊച്ചുങ്ങൾ മരിച്ചിട്ടുണ്ടോ എന്ന്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ കൊച്ചിൻ്റെ മരണവാർത്ത അറിഞ്ഞു. അതിന് വന്നതാ. എന്താ കാര്യം എന്നറിയണ്ടേ? എനിക്ക് ഇതുപോലൊരു കൊച്ചുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഉമ്മ കൊടുത്ത് കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ കയറ്റി വിട്ടു. അന്നവിടെ അവർ ഈ എന്താണ് ഈ ഇഞ്ചക്ഷൻ ഏതാണ്ട് എടുക്കാൻ വേണ്ടി ഉണ്ടല്ലോ, പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ വന്നു. പക്ഷേ കുട്ടിക്ക് ഇത് അലർജിയായി, ദേഹം തടിച്ചു, തൊലി പുറത്തു പോകാൻ തുടങ്ങി. ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ കാണുന്നത് ജീർണിച്ച മരിച്ച കൊച്ചിൻ്റെ ബോഡിയാണ്. ആ കുഞ്ഞിനെ അടക്കി. അന്ന് തൊട്ട് എനിക്കൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ എവിടെ പോയാലും കുഞ്ഞുങ്ങൾ മരിച്ചെടുത്ത് പോകും. എന്നിട്ട് ഈ അമ്മയെ നോക്കി പറഞ്ഞ, അമ്മേ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഉയരത്തി പോയി കാണും. എന്തൊരു ശാന്തത, എന്തൊരു പ്രത്യാശ, അന്തരീക്ഷമാകെ മാറി. അന്ന് എനിക്കിതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലായി. ചില കഷ്ടങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? ആയിരങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, ആയിരങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ. ഇന്ന് പലരും ഈ ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും, ആർക്കുമില്ലാത്ത കഷ്ടത എനിക്കെന്തിനാ കർത്താവേ എന്ന് ചോദിക്കുന്നവരോട് കൃത്യമായി ദൈവാത്മാവ് ഉത്തരം പറയുക. യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ശക്തീകരിക്കുന്ന ദിവസങ്ങൾ. ആ കഷ്ടതയിൽ സന്തോഷിക്കണം. എന്താ കാര്യം? കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. അടുത്ത വാക്യം, പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? ഉറ്റിരിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസ് 18 പറയുന്നു, നിങ്ങൾ മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. എന്നാൽ ലൂക്കോസ് 19 കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ്. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. ഈ വാക്കൊന്ന് ചിന്തിച്ചിട്ട് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിക്കേ. 10, 50 നമുക്കിന്ന് പഴയ അവസ്ഥകളെല്ലാം മാറി. നമ്മുടെ ഹോളുകളുടെ ഓലകൾ മാറി. അവിടെ ചാക്ക് കഷ്ണങ്ങൾ മാറി, പാകൾ മാറി. ഇന്ന് നമുക്കെല്ലാം നല്ല കാർപ്പറ്റുകളുണ്ട്, നല്ല കസാരകളുണ്ട്. ദൈവം നമുക്ക് നല്ല ഹോളുകളെല്ലാം തന്നു. 10, 50, 60 ലക്ഷം രൂപയാകും മിനിമം ഒരു കൊച്ചു ഹോള് പൂർത്തീകരിച്ചൊക്കെ വരുമ്പോൾ. അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ഉത്സാഹത്തോടെ ആലയം പണിത് കഴിയുന്നു. 50 ലക്ഷം രൂപ കുറഞ്ഞത് ചിലവാക്കിയൊരു ഹോള് പണിതു വെക്കുക. ചിലപ്പോൾ അതിൽ കൂടുതലാകാം, എങ്കിലും മിനിമം 50. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു കച്ചവടക്കാരൻ ഇവിടെ കച്ചവടം തുടങ്ങി, അവൻ ഇവിടെ ഒരു 50 ലക്ഷം രൂപ മുടക്കി തിരുവല്ല പട്ടണത്തിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ അവൻ ഞായറാഴ്ച കടയടയ്ക്കുന്നത് രണ്ടാമതൊന്നുകൂടെ ചിന്തിച്ചിട്ട് ഓണത്തിൻ്റെ തലേദിവസം തുറക്കുക. എന്താ അവനോട് അവൻ്റെ അമ്മാച്ചൻ്റെ മോൻ്റെ കല്യാണമാണെങ്കിലും പോത്തില്ല, മരണമുണ്ടെങ്കിലും എങ്ങനെങ്കിലും പോയിട്ട് ഓടി വന്ന് തിരിച്ചടയ്ക്കുക. ഭാര്യ വീട്ടിൽ വഴക്കുണ്ടാക്കും, എൻ്റെ ആൾക്കാരുടെ കല്യാണത്തിന് നിങ്ങൾ വന്നില്ല, നിങ്ങളെന്തൊരു മനുഷ്യനാ. ചെവിയിൽ ആ മനുഷ്യൻ പറയും, കൊച്ചെ കാശ് മുടക്കിയതാ, ബിസിനസ് അടച്ചിട്ട് അടുത്താക്ക് പോകും ബിസിനസ്. എന്നാൽ അങ്ങനെ ഒരു വശം അത്രയും കാശ് മുടക്കിയവന് അവൻ്റെ സ്ഥാപനം അടച്ചിടാൻ മടിയുണ്ടെങ്കിൽ ഇത്രയും ലക്ഷം മുടക്കിയ ആളുകൾ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും 2 മണിക്കൂറിന് വേണ്ടി അല്ല തുറക്കേണ്ടത്. എൻ്റെ ആലയത്തിൽ പ്രാർത്ഥന നടക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ലോക്കൽ സഭകളെയും ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്, ആലയം തുറന്നു കിടക്കട്ടെ. അവിടെ അമ്മമാരെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. തെറുക്കാത്ത പാകൾ 2018 എല്ലാ സഭകളിലും കിടക്കുമെങ്കിൽ ലോകം ഇനിയും കാണാമെന്ന് പറയുന്ന ദൈവദാസന്മാർ പ്രവചിച്ച ആ ഉണർവിൻ്റെ മാറ്റൊലികൾ നമ്മുടെ ദേശത്തുടങ്ങും. നോക്കൂ, ഞാൻ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. അടച്ചിടാത്ത ഹോളുകൾ, തെറുക്കാത്ത പാകൾ, നിരന്തരമായി ഓരോരുത്തരായി എവിടെങ്കിലുമൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ. ആരും പറയാതെ വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് അണിയണിയായി പുറപ്പെട്ടു വന്നിട്ട് ദൈവാത്മ നിയോഗത്തിൽ ആലയം പ്രാർത്ഥനാലയമായി മാറുന്ന ഒരു വർഷമാകട്ടെ 2018. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനോട് പ്രതികരിക്കാനുണ്ടവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി പറ, ഞാൻ എൻ്റെ ആലയത്തിലേക്ക് പോകും. ആരും പറഞ്ഞിട്ടല്ലോ, ദൈവാത്മാവ് പറഞ്ഞിട്ട്. അവിടെ ഒരു പാകടക്കട്ടെ, അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിരന്തരമായ പ്രാർത്ഥന അവിടെ ഉയരുമ്പോൾ വെളിച്ചം തേടി ഒത്തിരി പേർ അവിടേക്ക് വരും. ഹാലേലൂയ, കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം ഈ ദിവസങ്ങളിൽ മടങ്ങി വരട്ടെ, അവസാനിപ്പിക്കട്ടെ. മുമ്പോട്ട് പോകുമ്പോൾ കാണും, ഐക്യമത്യം ഉള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് എന്ത് ചെയ്തു കൊള്ളണം? ചേർന്ന് കൊള്ളണം. ഇന്ന് ആരാധനയും വലിയ മടുപ്പുകളാണ്. പലരെയും ഒന്ന് ആരാധിപ്പിക്കാനൊക്കെ ആയിട്ട് കൊയറുകാരൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ആരാധിക്കുക, കൈയടിക്കുക, കൈ ഉയർത്തുന്നൊക്കെ പറയുമ്പോഴത്തേന് പറയുന്നവൻ്റെ ഇടപാട് തെറ്റ്. ഒറ്റ കാര്യം കണ്ട, എന്തുകൊണ്ടാണ്? വലിപ്പം ഭാവിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ നല്ല രസകരമായ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ചർച്ചിൽ ഒരു പണി നടന്നിരിക്കുമ്പോൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ വന്നു. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ പൊക്കം പോരാ. ഞാൻ ചെന്തെന്ന് പൊക്കം പോരാ, ഇതിൻ്റെ ഉച്ച ഇങ്ങനെ നടുവിങ്ങനെ വളർത്തണം. ഞാൻ ചെന്തതിന് അതിങ്ങനെ തെങ്ങോളം പൊക്കണം. ഞാൻ ചോദിച്ചാൽ എന്തോ ഈ പറയുന്നത്, ഇത്രയൊക്കെ ഒപ്പിച്ച് എങ്ങനെ നമുക്ക് അറിയത്തുള്ളൂ, പിന്നെ എന്താ ഈ പറയുന്നത് പൊക്കണം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു കാരണമുണ്ട്. എന്നോട് ചോദിച്ചു, പള്ളികളൊക്കെ കണ്ടിട്ടുണ്ടോ? പഴയ പള്ളികൾ. ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. പള്ളിക്കെല്ലാം പൊക്കം കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വലിയ പൊക്കം. പള്ളി എന്തിനാ പൊക്കിപ്പണിന്നറിയാം? ഞാൻ പറഞ്ഞത് കലയുടെ ഒരു ഭാഗമാണ്, നല്ല രസകരമായിട്ടൊക്കെ കാണാൻ വേണ്ടിയാണ്. അല്ല മോനെ. ഞാൻ ചോദിച്ചു പിന്നെന്തിനാ?
ഈ വലിയ അത് കള്ളി പൊക്കിപ്പണിയാനൊരു കാര്യമുണ്ട്. ഈ വലിയ അച്ചായന്മാരും വലിയ പുള്ളികളൊക്കെ ഉണ്ടല്ലോ, ബിസിനസ്സുകാരൊക്കെ, അവരൊക്കെ വലിയ കതറൊക്കെ ഇട്ട് ബെൻസുകാരൻ്റെ പുറകിൽ വന്ന് പള്ളി മുറ്റത്തോട്ട് വണ്ടി അലച്ച് ചവിട്ടി നിർത്തും. ഡ്രൈവർ അല്ലെങ്കിൽ സെക്രട്ടറി ഓടി വന്ന് കതക് തുറക്കും. അച്ചായൻ പതുക്കെ ആ കതറൊക്കെ ഇട്ട് ഒട്ടയാതെ അങ്ങോട്ട് കയറുമ്പോൾ, ഈ വലിയ അച്ചായൻ പള്ളിക്കകത്ത് കയറുമ്പോൾ അച്ചായനെ ചെറുതായിട്ട് തോന്നണം അച്ചായനെ. അതിനാണ് ഈ പള്ളി പൊക്കിപ്പണിയത്. മനസ്സിലാകുന്നുണ്ടോ? ഈ വലിയ അച്ചായനെ പള്ളി കയറുമ്പോൾ തന്നെ ചെറുതായിട്ട് തോന്നണമെന്നുകൊണ്ടാണ് പള്ളി പൊക്കി പണിയുന്നത്. നമ്മുടെ ഈ കൊച്ചു ഹോളി കയറുമ്പോൾ അച്ചായ കൈയടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? വലിപ്പം തോന്നുകൊണ്ടാണ്. വലിപ്പം ഭാവിക്കരുത്. ആരാധനയെ വലിപ്പം ഭാവിക്കരുത്. പ്രാർത്ഥിക്കാൻ വലിപ്പം, എന്ത് വലിപ്പം നമുക്കുള്ളത്? ഒരു ശ്വാസം മാത്രം. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. ആ തിരിച്ചറിവുള്ളവർ ഇന്ന് രാത്രി വലിപ്പം ഭാവിക്കാതെ ദൈവത്തെ ആരാധിക്കുക. എനിക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്. കഴിഞ്ഞ YP ക്യാമ്പിലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം ഓടി നടന്ന് ആരാധിച്ച ഒരു ഓവർസിയറെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വലിപ്പം ഭാവിക്കാതെ ദൈവത്തെ ആരാധിക്കണം. എല്ലാവരും കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വലിപ്പം ഭാവിക്കാതെ ആരെ ആരാധിക്കുക? ദൈവത്തെ ആരാധിക്കുക. വലിപ്പം ഭാവിക്കാതെ. അടുത്ത വാക്യത്തിൽ കാണുന്നു, എളിയവരോട് എന്ത് ചെയ്തു കൊള്ളണം? ചേർന്ന് കൊള്ളണം. വലിപ്പമുള്ളവരല്ല, എളിയവരോട്. എന്തുകൊണ്ട് എളിയവരോട് ചേരുന്നത്? നമുക്കൊരു കഥാപാത്രത്തെ അറിയാം, ദാവീദ്. എനിക്ക് ദാവീദിനെ ഇഷ്ടമാണ്. ഒരു പ്രത്യേക കാരണം കൊണ്ട്. എന്നാണെന്ന് ചോദിച്ചാൽ ദാവീദിൻ്റെ ശൈലിയിൽ നിന്ന് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. എല്ലാം രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദ് ചോദിച്ചു, യോനാഥാൻ്റെ വീട്ടിൽ എനിക്ക് ആരുണ്ട്? ഇന്നും ഞാൻ ആ ഭാഗം ധ്യാനിച്ചതാണ്. ആരുണ്ട് ദയ കാണിക്കുക? അപ്പം പറഞ്ഞു, 2 കാലും ധാത്രി എടുത്തുകൊണ്ട് ഓടിയപ്പോൾ 5ാമത്തെ വയസ്സിൽ വീണ് മുടന്തനായി പോയ ഒരു മെഹിബേശത്തുണ്ട്. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ട് പറഞ്ഞു, നീ എൻ്റെ തീന്മേശയിൽ ഇരുന്നു കൊണ്ട് വേണം ഭക്ഷണം കഴിക്കുക. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ചത്ത നായെ ഓർക്കാൻ എന്താ ഉള്ളത്? നീ ഒന്നും പറയണ്ട, നീ എൻ്റെ മേശപ്പുറത്തിരിക്കണം, നീ എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം. അതിനെ വെറും ഒന്നിച്ചിരുത്തി ചോറുണ്ടെന്നതായിട്ട് കാണരുത്. രാജാവിൻ്റെ മേശയെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആരാന്നറിയാമോ? അയൽ രാജ്യത്തിൻ്റെ രാജാക്കന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, വലിയ വലിയ ബിസിനസ്സുകാർ. ഇവരൊക്കെ വരുമ്പോൾ ദുശകനം പിടിച്ച ഒരുത്തൻ അവിടെ ഇരിക്കുക. അവർക്ക് ചോറിറങ്ങാൻ ബുദ്ധിമുട്ടാ. പക്ഷേ രാജാവ് പറഞ്ഞു, ഇവനെ കണ്ടിട്ട് ഉണ്ണുന്നവർ ഉണ്ടാ മതി. ഞാൻ ദാവീദിനോട് ചോദിച്ചു, ദാവീദേ, എന്തിനാ ഇവനെ നീ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? ദാവീദിന്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു, അറിയാമോ? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് അവനെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വലിപ്പം ഭാവിക്കാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എളിയവരെ ചേർത്ത് പിടിച്ച് ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ഹല്ലേലൂയ, പ്രബോധനമെങ്കിൽ പ്രബോധനത്തിൽ, കരുണ കാണിക്കുന്നുവെങ്കിൽ ആ പ്രസന്നതയോടെ, ഹല്ലേലൂയ, സഹായം ചെയ്യുന്നുവെങ്കിൽ ഏകാഗ്രതയോടെ, പ്രവചിക്കുമ്പോൾ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, കരമടിച്ച് എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ.